പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ലീഡറായി മാറിയത്? എത്രയോ പ്രവാചകന്മാർ വന്നുപോയി, എത്രയോ മനുഷ്യന്മാർ വന്നു പോയിട്ടുണ്ട്. ഇന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ പേരെന്താണ്? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറ്റം പറയാനാണെങ്കിലും അല്ലേ, മീഡിയ പൊക്കിക്കൊണ്ടുവരില്ലേ? എവിടെയെങ്കിലും ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു പേരും ഈ ഒരു മനുഷ്യനെയും പൊക്കിക്കൊണ്ട് വരാറില്ലേ? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നതെന്ന് അറിയാമോ? ആ മനുഷ്യൻ ബാക്കി വെച്ച ഒരു ആദർശം ഏതൊക്കെയോ മനുഷ്യന്മാർ ഏറ്റെടുത്തോണ്ടാ. കള്ള് കുടിക്കരുത് എന്ന ഒരു വാല്യൂ ആദർശമാക്കി ജീവിച്ചു അത് പകർത്തി കൊടുത്തപ്പോ കുറെ പേര് കള്ളുകൂടി നിർത്തി. ഇന്ന് ലോകത്തിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ കള്ള് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുടെ ശത്രു ആരാ? ഈ പ്രവാചകനാ. കാര്യം എന്താ? ഈ പ്രവാചകൻ കാരണം കുറെ പേര് കള്ളുകൂടി നിർത്തിയത്. അവരുടെ മാർക്കറ്റ് ഷെയർ പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ അവർക്ക് വേറെ വൈരാഗ്യം കൊണ്ടൊന്നുമില്ല. എന്താണ് കച്ചവടം നടക്കുന്നില്ല? കാര്യം എന്താ? ആ മനുഷ്യൻ വിശ്വസിച്ച ഒരു പ്രത്യശാസ്ത്രം അത് ആദർശമാക്കി ആദർശത്തിൽ ജീവിച്ചിട്ട് പോകുകയല്ല ചെയ്തത്. ആ ആദർശത്തിലേക്ക് ജീവിക്കാനായിട്ട് കുറെ മനുഷ്യരെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആ ആദർശത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യർ ഇന്നിവിടെ ജീവിക്കുക. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കലല്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ആര് കണ്ടു? കണ്ടവരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്നും നമ്മൾ ഫോളോ ചെയ്യല്ലേ? എന്തുകൊണ്ടാ? നമ്മള് ലീഡേഴ്സ് ആയതുകൊണ്ടാ. നമ്മളെ ലീഡറാക്കി മാറ്റി. കാണേണ്ട ആവശ്യമില്ല.